السلام عليكم. مرحبا أهلا وسهلا يا أصدقائي. كيف حالكم؟ نعم كلكم زين الحمد لله. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലോട്ട് സ്വാഗതം. أيها الأصدقاء أننا درسنا في فصل الماضي عن جوخا الحارثي. نعم ونحن ندرس اليوم عن شخصية آخرى. ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ 3ാമത്തെ ചാപ്റ്ററിൽ പാർട്ട് 1 കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കിയത്? ഫി ഫസ്ലിൽ മാലി അദ്ദക്തൂർ ജൂഹ അൽ ഹാരിസി അല്ലേ. ഡോക്ടർ ജൂഹ അൽ ഹാരിസിയുടെ ഒരു മുഖാബലയാണ്, ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. നബീൽ എന്നൊരു വ്യക്തിയും ജൂഹ അൽ ഹാരിസിയും തമ്മിലുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പൊ ഇന്ന് നമ്മൾ നഹ്നു നദ്റുസു അൽയൗം അൻ ശഖ്സിയത്തിൻ ആഖറ, ഇന്ന് നമ്മളൊരു വേറൊരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഹൽ ഷാഹദത്തും അനി റജുലി മിൻ ഖബൽ, താഴെ കാണുന്ന പിക്ചറിൽ കാണുന്ന ആളെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഈ എന്താണ് പറയുന്നത് നോക്കാം. എന്താണ്? യജ്രി ഫി മദ്രസത്തിന ബർനാമജുൻ തഹ്ഫീസിയും യുശാരികു ഫീഹി ഗാനിം അൽ മിഫ്താഹ് അബ്റ മുഅ്തമിർ ഫീദിയോ നഉഇദു ഇസ്തിബിയാനിൽ മുഖാബല മഅഹു ബിഇസ്തിഖ്ദാമിൽ അദവാത്തിൽ ഇസ്തിഫ്ഹാമിയ ലാത്തിയ. യജ്രി ഫി മദ്രസത്തിന, നമ്മുടെ സ്കൂളിൽ നടക്കുന്നുണ്ട് ബർനാമജുൻ തഹ്ഫീസിയും, ഒരു ടെലിവിഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ട് നമ്മളെ സ്കൂളിൽ. യുഷാരിഖു ഫീഹി ഗാനിം അൽ മിഫ്താഹ്, ആ പരിപാടിയിൽ ഇഷാരിഖ് പങ്കെടുക്കുന്നുണ്ട്. ആരാണ്? ഗാനിം അൽ മിഫ്താഹ്. അപ്പൊ ആരാണ് ഈ വ്യക്തി? ഗാനിം അൽ മിഫ്താഹ് ആണ് ഇവരുടെ പേര് കേട്ടോ. അബ്റ മുഅ്തമിർ ഫീദിയോ, ഒരു വീഡിയോ ഇതുവഴിട്ടോ, വീഡിയോ വഴിയാണ് അവര് പങ്കെടുക്കുന്നത്. അപ്പോൾ നൗഇദു ഇസ്തിബിയാനിൽ മുഖാബലത്തി മഅഹു ബിഇസ്തിഖ്ദാമിൽ അദവാത്തിൽ ഇസ്തിഫ്ഹാമിയ ലാത്തിയ. നൗഇദു ഇസ്തിബിയാൻ, നമുക്കൊരു ചോദ്യാവലി തയ്യാറാക്കാം. അൽ മുഖാബലത്തി, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യാവലി. ഇസ്തിബിയാൻ എന്ന് പറഞ്ഞാൽ ചോദ്യാവലി, ഒരു ചോദ്യാവലി തയ്യാറാക്കാം. മഅഹു ബി ഇസ്തിഖ്ദാമി അൽ അദവാത്തിൽ ഇസ്തിഫ്ഹാമിയ ലാത്തിയ, താഴെ കുറച്ച് ഇസ്തിഫ്ഹാമിന്റെ അദവാത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഇന്റർവ്യൂവിന് ആവശ്യമായ ഒരു ചോദ്യാവലി നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. അപ്പൊ എന്താണ് ഇസ്തിഫ്ഹാമിന്റെ അദവാത്തുകൾ എന്ന് പറഞ്ഞാല്? ചോദ്യം ഉണ്ടാക്കുന്ന അദവാത്തുകൾ അല്ലെ. ഒരു ചോദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുക? മാദ, മൻ, മത്ത, മാ, ഐന, കൈഫ, അങ്ങനെയല്ലേ നമ്മൾ ചോദ്യം ഉണ്ടാക്കുക സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തുടങ്ങിയിട്ട്. അപ്പൊ നമ്മള് എല്ലാവരും റെഡി അല്ലേ? നമ്മൾ ചോദ്യാവലി തയ്യാറാക്കിയാലോ. അപ്പൊ ഒരു ഇന്റർവ്യൂക്ക് വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആരോടാണ് ഇന്റർവ്യൂ നടത്താൻ പോകുന്നത്, അവരെ കുറിച്ച് നമുക്ക് ഒരു വ്യക്തമായ അറിവ് വേണം അല്ലെ. അവരെ കുറിച്ച് നന്നായിട്ട് അറിയണം. അപ്പൊ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന ആളാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അൽ ഷാഹദത്തും അനി റജുലി മിൻ ഖബൽ, ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. കഴിഞ്ഞ വേൾഡ് കപ്പില് ആലം അല്ലെ, വേൾഡ് കപ്പിലെ ഒരു നല്ലൊരു സാന്നിധ്യം നമുക്ക് ഇവരെ കാണാൻ പറ്റിയ, നിങ്ങൾ മൊബൈൽ ഫോണിലും ടിവിയിലും ഒക്കെ നന്നായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അന്നഹു മഷ്ഹൂറും ഫിൽ ആലം അല്ലെ, അന്നഹു മഷ്ഹൂറും ഫിൽ ആലമി വ ശഖ്സുൻ അഥവാ റജുലുൻ തഹ്ഫീസിയും, റജുലുൻ തഹ്ഫീസിയും എന്ന് വെച്ചാല് അവരൊരു വേൾഡ് ഫേമസ് ഒരു വ്യക്തിയാണ്. തഹ്ഫീസി എന്ന് പറഞ്ഞാല് ഒരു മോട്ടിവേഷണൽ പേഴ്സൺ ആണ് കേട്ടോ, മോട്ടിവേഷണൽ പേഴ്സൺ ആണ്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവരുടെ പ്രത്യേകത എന്താണ്? ഹാദ ശഖ്സിയത്തു ഹുവ മഷ്ഹൂറത്തുൻ ഫീ കഅസിൽ ആലം ഫീ ഖത്തർ. ഇവര് നമ്മള് അറിയപ്പെടാൻ തുടങ്ങിയതില്ലേ, ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ, അറിയപ്പെടാൻ തുടങ്ങിയത് വേൾഡ് കപ്പ്, കഴിഞ്ഞ 2022 നടന്ന വേൾഡ് കപ്പില്ലേ, വേൾഡ് കപ്പിലെ ആണ് നമുക്ക് ഇവരെ കാണാൻ സാധിച്ചത്. ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിലെ ആണ് ഇവരെ ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഹാദ ശഖ്സിയത്തു ഹുവ മഷ്ഹൂറുൻ ഫീ കഅസിൽ ആലം ഫീ ഖത്തർ ഫീ ഹഫ്ലത്തിൽ ഇഫ്തിതാഹി അല്ലേ. എന്തിലാണ് ഈ വേൾഡ് കപ്പിൽ എന്തിലാണ് നമ്മൾ കാണാൻ സാധിച്ചത്? ഫി ഹഫ്ലത്തിൽ ഇഫ്തിതാഹി,
ഇഫ്തിത്താഹ് പറഞ്ഞാല് എന്താ, ഇനാഗുറേഷൻ സെറിമണി അല്ലേ. ഈ ഹഫ്ലത്തിലെ ഇഫ്തിത്താഹ് നമ്മള് വേൾഡ് കപ്പിന്റെ ആ ഉദ്ഘാടന ചടങ്ങിലൊക്കെ ഒരു ഒരു പ്രധാന ഒരു സാന്നിധ്യം ഇവരെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരു മസ്മുഹു, എന്താണ് ഇവരുടെ പേരെന്താ, നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഇവരുടെ പേര്? ഗാനിം അൽ മിഫ്താഹ് എന്നാണ് ഇവരുടെ പേര്. ഗാനിം അൽ മിഫ്താഹ്. ഉലിദ ബിദൂനി റിജ്ലൈനി, ഇവര് 2 കാലും ഇല്ലാതാണ് കേട്ടോ ജനിച്ചത്. ഉലിദ ബിദൂനി റിജ്ലൈൻ, 2 കാലും ഇവർക്കില്ല, അരയ്ക്കപ്പെട്ട് അവർക്കില്ല കേട്ടോ, 2 കാലും ഇല്ല. ഉലിദ ബിദൂനി റിജ്ലൈനി, ഒരു പ്രത്യേക തരം രോഗം മൂലമാണ് കേട്ടോ ഇവര് ജനിക്കുന്നത് തന്നെ. 2 കാലും ഇല്ലാതെ ഒരു പ്രത്യേക ഒരു രോഗം ബാധിച്ചവനായിട്ടാണ് ഇവർ ജനിക്കുന്നത്. ഇവർക്ക് എത്ര വയസ്സുണ്ടറിയോ? 19, 19 വയസ്സാണ് ഇവർക്കുള്ളത് കേട്ടോ. അപ്പം ഒരു സ്റ്റുഡൻ്റ് ആണ്. ഒരു എന്താ, ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. എന്താണ്? റായിദുൽ ആമാൽ വ ത്വാലിബുൽ ഉലൂം സിയാസിയ വ മുഅസ്സിറുൻ ഖത്തറിയുൻ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? റായിദുൽ ആമാൽ എന്ന് വെച്ചാൽ ഇവർ ഒരു വലിയൊരു കമ്പനിയുടെ എന്താണ്, ഒരു കമ്പനിയുടെ ഉടമയാണ്, ഒരു ബിസിനസ് മാൻ ആണ്. റായിദുൽ ആമാൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് മാൻ ആണ് കേട്ടോ. അവര് ഒരു വലിയൊരു ശരിക്കത്ത് ഒരു കമ്പനിയുടെ ഒരു ഓണറാണ്, ഉടമയാണ്. പിന്നെ അതുപോലെ എന്താണ്, വത്താലിബ് ഉലൂം സിയാസിയ, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. വത്താലിബുൽ എന്തിൻ്റെ? ഉലൂം സിയാസിയ, പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്, വിദ്യാർത്ഥിയാണ്. 19 വയസ്സിലായിട്ടുള്ളൂ. അതുപോലെ വ മുഅസ്സിറുൻ ഖത്തറിയും, ഖത്തറിലെ ഒരു ഇൻഫ്ലുവൻസറാണ്. യൂട്യൂബിലൊക്കെ നമ്മൾ കാണാൻ കുറേ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അതുപോലെ ഒരു ഇൻഫ്ലുവൻസറാണ് ഇവരും, ഗാനിം അൽ മിഫ്താഹ്. അതുപോലെ എന്താ വെച്ചാൽ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ മുഅസ്സിറുൻ, മുഅസ്സിർ കേട്ടോ, എല്ലാവരെയും സ്വാധീനിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ്. മുഅസ്സിറുൻ ഖത്തറിയുൻ, ഒരു ഖത്തറിലെ ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? കാലില്ലാതെ ജനിച്ചതാണെങ്കിലും ഇവര് ഒരു കമ്പനിയുടെ ഉടമയാണ്, ഒരു ബിസിനസ് മാൻ ആണ് അല്ലേ. അപാര കഴിവിനുടമയാണ് ഇവര്. അതുകൊണ്ടല്ലേ വേൾഡ് കപ്പില് എന്താണ് അവരെ ഉദ്ഘാടന ചടങ്ങിലൊക്കെ ഇവരുടെ ഒരു പ്രത്യേക സാന്നിധ്യം ഉണ്ടായില്ലേ. എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുവിധം വേൾഡ് കപ്പ് പ്രേമികളെല്ലാവരും ഇവരെ ഗാനിം അൽ മിഫ്താഹിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇവർക്ക് കാലില്ല എന്ന് കരുതി ബിസിനസ്മാൻ ആണ്, ഒരു കമ്പനിയുടെ ഉടമയാണ്, പിന്നെ സ്റ്റുഡൻ്റ് ആണ്, അതുപോലെ ഇൻഫ്ലുവൻസർ ആണ്, യൂട്യൂബ് ചാനലിലൂടെയൊക്കെയുള്ള ഇൻഫ്ലുവൻസർ ആണ്. അത് പോരാത്തന്നെ പിന്നെ എങ്ങനെയൊക്കെയാണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അറിയോ? ഫഹുവ യുമാരിസ് ഖുറത്തുൽ ഖദം, ഇവര് കാലില്ലെങ്കിലും അവര് ഖുറത്തുൽ ഖദം എന്ന് പറഞ്ഞാല് ഫുട്ബോൾ കളിക്കുന്നുണ്ട്, അത് പരിശീലിക്കുന്നുണ്ട്. ഫഹുവ യുമാരിസ് ഖുറത്തുൽ ഖദം, അവര് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഗോത്തസ് പറഞ്ഞാൽ എന്താ? മുങ്ങൽ വിദഗ്ധ, മുങ്ങൂല, നമ്മള് സ്കൂബ ഡൈവിംഗ് ഒക്കെ പറയില്ലേ, അതിനാണ് ഗോത്തസുൻ എന്ന് പറയുക. സ്കൂബ ഡൈവിങ്, നമ്മള് കടലിലൂടെയൊക്കെ ഒരു പ്രത്യേക തരം മാസ്കും പിന്നെ എന്താ ഓക്സിജനൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ കടലിലൂടെ എടുത്ത് ചാടിയിട്ട് ഇങ്ങനെ നീന്തിപ്പോകൂലേ, അതുവരെ അവർ ചെയ്യുന്നുണ്ട്. ലോകത്തസു. പിന്നെ അതുപോലെ എത്തസല്ലക്കു അലൽ ജിബാലി, എത്തസല്ലക്കു പറഞ്ഞാല് പിടിച്ച് കയറുക. എത്തസല്ലക്കു അലൽ ജിബാലി, പർവ്വതത്തിന് മുകളിലൊക്കെ കയറും. കാലില്ലെങ്കിലും ഇവരെ പർവ്വതത്തിന് മുകളിൽ വരെ കയറാനുള്ള അതിനുള്ള ആർജവം വരെ അവര് കാണിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതം നമുക്കൊരു വലിയൊരു പ്രചോദനമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരെന്തായത്, ഒരു മുഅസ്സിറുൻ ഖത്തറിയും അല്ലേ, ഖത്തറിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലുവൻസറായി മാറിയത് അതുകൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിലും അവര് ഫുട്ബോൾ കളിക്കുന്നുണ്ട്, നീന്തൽ വിദഗ്ധ, സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ പർവ്വതത്തിന് മുകളിൽ കയറുന്നുണ്ട്, അതുപോലെ സ്കേറ്റിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുട്ടി നമുക്ക് ഇവരെ ഗാനിം അൽ മിഫ്താഹ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവരുടെ കുറേ വീഡിയോസ്, ഇവരുടെ ചാനലും
ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് ഇവരെ കുറിച്ചൊന്ന് മനസ്സിലാക്കട്ടോ. അപ്പോൾ ഇവരുടെ കഴിവ്, അപാരമായ കഴിവ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും അള്ളാഹു തന്നിട്ടുണ്ട് അല്ലേ? കൈകളും കാലുകളും എല്ലാം തന്നിട്ടും നമ്മൾ ചിലർ എവിടെയും എത്താതെ ഇരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പ്രചോദനമാണ് അല്ലേ? നമ്മുടെ ഈ യൂണിറ്റിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ യൂണിറ്റിന്റെ പേരെന്താ? സിറുൻ നജാഹ് എന്നല്ലേ? എന്താണ് സിറുൻ നജാഹ് പറഞ്ഞാൽ സീക്രട്ട് ഓഫ് സക്സസ് അല്ലേ? അപ്പോൾ നമ്മളെ ഈ വിജയത്തിന്റെ രഹസ്യമൊക്കെ എന്താണ്? നമ്മളൊരു കഠിനാധ്വാനമാണ് അല്ലേ? നമ്മൾ നന്നായി കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തുള്ളൂ. അല്ലാതെ നമുക്ക് ആരും സ്വയം അങ്ങനെ ആയിത്തീരൂല. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ മാത്രമേ നമ്മൾ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റ് ഇതിനെക്കുറിച്ചാണ്. നമ്മളെ വിജയത്തിലേക്ക് എത്താൻ നമുക്ക് പ്രചോദനം നൽകുന്ന നല്ല നല്ല ചാപ്റ്ററുകളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മളും നന്നാവാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ ആയിത്തീരാൻ ശ്രമിക്കണം. അതാണ് നമ്മുടെ ഈ യൂണിറ്റിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇനി നമ്മുടെ വർക്കിലോട്ടൊന്ന് പോകാം. നമ്മുടെ ആക്ടിവിറ്റി എന്തായിരുന്നു? ഇവരൊരു എന്തായിരുന്നു? ഒരു മോട്ടിവേഷണൽ ഒരു സ്പീക്കറാണ് കേട്ടോ. തഹ്ഫീസിയും എന്ന് പറയാം. മോട്ടിവേഷണൽ പേഴ്സൺ, ഷഖ്സുൻ തഹ്ഫീസിയും. അപ്പോൾ നമുക്ക് ഗാനിം അൽ മിഫ്താഹിനോട് ഒരു ഇന്റർവ്യൂ നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ, ഏതൊക്കെ അദവാത്തുൽ ഇസ്തിഫാമുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്? മാ, മൻ, മത, ഐന, കൈഫ, ഹൽ, മിൻ, ഐന, കം അല്ലേ? അപ്പൊ മാ എന്ന് വെച്ചാല് മാ എന്ത് അല്ലേ? വാട്ട് എന്ത്. മൻ എന്ന് പറഞ്ഞാല് ആര്. മത്ത എപ്പോൾ. ഐന എവിടെ. കൈഫ എങ്ങനെ. ഹൽ എന്ന് പറഞ്ഞാല് ആണോ എന്നൊക്കെ ചോദിക്കുക. ഹൽ അന്ത എന്നൊക്കെ ചോദിക്കൂലേ, നീയാണോ? അതുപോലെ ആണോ എന്ന് ചോദിക്കുക. മിൻ ഐന പറഞ്ഞാല് എവിടെ നിന്നും, എവിടെ നിന്നാണ് നീ വരുന്നത് എന്നൊക്കെ ചോദിക്കൂലേ. മിൻ ഐന തെജിയു. അതുപോലെ കം എന്ന് വെച്ചാൽ എത്ര. അപ്പോൾ കം ഉംറുക്കി എന്നൊക്കെ ചോദിക്കൂലേ. കം ഉംറുക്ക, നിന്റെ വയസ്സ് എത്ര. അതുപോലെ കം. അപ്പോൾ ഈ അദവാത്തുൽ ഇസ്തിഫാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചോദ്യാവലി തയ്യാറാക്കാം. സിമ്പിളായ രീതിയിൽ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ മാ എന്നുള്ളത് ഇപ്പം നമ്മുടെ ഈ ജുഹാൽ ഹാരിസയുടെ ഇന്റർവ്യൂവിൽ ഒരുപാട് അദവാത്തുൽ ഇസ്തിഫാമുകൾ വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? ഐന ഉലിത്തി, ഐന ഉപയോഗിച്ചത് അല്ലേ? വെർ യു ബോൺ, എവിടെയാണ് നീ ജനിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഐന താമലീന ഹാലിയ, എവിടെയാണ് നീ വർക്ക് ചെയ്യുന്നത്. അതുപോലെ മാ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് വരുന്നത്? മാ ഹിയ ഹിവായത്തുക്ക്, എന്താണ് നിങ്ങളുടെ ഹോബി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മാ യൂസ് ചെയ്യുന്ന രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഐന, അതുപോലെ പിന്നെ എന്താ ഇതിൽ വന്നത്? മാതാ തെഹക്കി, എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ നോവലിലുള്ള പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ മത്താ തജിദീന വക്തൻ, മത്താ യൂസ് ചെയ്തത് നമുക്ക് കാണാം ചാപ്റ്ററിൽ. മത്താ തജിദീന വക്തൻ ലിൽ കിതാബ, എഴുതാനുള്ള സമയം എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എപ്പോഴാണ്. മത്താ പറഞ്ഞാൽ എപ്പോൾ. പിന്നെ അതുപോലെ മാ റഅയുക, മാ എന്ന് യൂസ് ചെയ്തത് മാ റഅയുക, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഓരോ അദവാത്തുൽ ഇസ്തിഫാമോ യൂസ് ചെയ്ത രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സിമ്പിളായ രീതിയിൽ നിങ്ങൾക്ക് തന്നെ സ്വയം തയ്യാറാക്കി നോക്കാം. അപ്പം ഞാനൊരു മോഡൽ കാണിക്കാം, അത് എല്ലാവരും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം. അപ്പം മാ യൂസ് ചെയ്തുകൊണ്ട് ഈ മോഡലിൽ എങ്ങനെയാണ് തന്നിട്ടുള്ളത് നോക്കാം. മസ്മുക്ക അൽ കരീം, എന്താണ് നിങ്ങളുടെ മാന്യമായ, നിങ്ങളുടെ പേരെന്താണ്? മസ്മുക്ക, നിങ്ങളുടെ പേരെന്ത് എന്ന് ചോദിക്കാം അല്ലേ? അപ്പോൾ അവരെന്തായിരിക്കും പറയുക? ഗാനിം അൽ മിഫ്താഹ് എന്ന് പറയൂലേ. പിന്നെ അതുപോലെ മൻ എങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് വന്നത് നോക്കാം. മൻ വറാ ഹാദ നജായി, നിങ്ങളുടെ ഈ വിജയത്തിന് പിന്നിൽ ആരാണ് എന്ന് ചോദിക്കാം അല്ലേ? മൻ എന്ന് വെച്ചാൽ ആര്. അപ്പോൾ മൻ വറാ ഹാദ നജായി, നിങ്ങളുടെ ഈ വിജയത്തിന്റെ പിന്നിൽ ആരാണ്. വറാ പറഞ്ഞാൽ പിന്നിൽ, ഹാദ നജാഹ് പറഞ്ഞാൽ ഈ വിജയത്തിന്റെ പിന്നിൽ ആരാണ് എന്ന് ചോദിക്കാം. ഒരു നല്ല ചോദ്യമാണല്ലേ അത്. പിന്നെ മത്ത എങ്ങനെ യൂസ് ചെയ്യാം? മത്ത ബദഅത്ത് ശരിക്കത്തുക്ക, ഒരു കമ്പനിയുടെ ഉടമയാണെന്നൊക്കെ പറഞ്ഞില്ലേ.
അപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാം, മത്താ ബദഅത്ത് ശരിക്കത്തുക, നിങ്ങളുടെ കമ്പനി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്നാണ് തുടങ്ങിയത്. മത്താ പറഞ്ഞാൽ എപ്പോഴാണ്, ബദഅത്ത് തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്തത്, ശരിക്കത്തുക നിങ്ങളുടെ കമ്പനി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണ്. അപ്പോൾ അയിനെ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. അയിന തെസ്കുനു അല്ല ആന, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് അല്ലേ എന്ന് ചോദിക്കാം. അയിന തെസ്കുനു, എവിടെയാണ് താമസിക്കുന്നത്, അൽ ആൻ ഇപ്പോൾ എന്ന് യൂസ് ചെയ്ത് അയിനെ യൂസ് ചെയ്ത് നമുക്കങ്ങനെ നോക്കാം. പിന്നെ അതുപോലെ കൈഫ, കൈഫ എന്താ, എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. കൈഫ തഅറഫ്ത അലാ ഖുദ്റാത്തിക എന്ന് ചോദിക്കാം അല്ലേ. കൈഫ പറഞ്ഞാൽ എങ്ങനെ. അപ്പോൾ കൈഫ തഅറഫ്ത, നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു. കൈഫ തഅറഫ്ത പറഞ്ഞാൽ നീ എങ്ങനെ തിരിച്ചറിഞ്ഞു. അലാ ഖുദ്റാത്തിക, നിങ്ങളുടെ കഴിവുകൾ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചൂടെ. അത് നല്ലൊരു ചോദ്യമല്ലേ. കൈഫ തഅറഫ്ത അലാ ഖുദ്റാത്തിക, നിങ്ങളുടെ ഈ കഴിവുകളൊക്കെ എങ്ങനെ തിരിച്ചറിഞ്ഞു അല്ലേ. രണ്ട് കാലുകളും ഇല്ലെങ്കിലും ഒരുപാട് കഴിവിനുടമയാണല്ലേ ഇവര്. അപ്പൊ നിങ്ങളുടെ ഈ കഴിവുകളൊക്കെ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് ചോദിക്കാം. അതുപോലെ ഹൽ എങ്ങനെ യൂസ് ചെയ്യാം. ഹൽ അൻത റാളിൻ ഫി ഹയാത്തിക എന്ന് ചോദിക്കാം. ആണോ എന്നല്ലേ ഇതിന്റെ ചോദ്യം. അപ്പോൾ ഹൽ അൻത റാളിൻ, താങ്കൾ സംതൃപ്തനാണോ. ഹൽ അൻത റാളിൻ എന്ന് പറഞ്ഞാല്, റാളിൻ എന്ന് പറഞ്ഞാൽ സംതൃപ്തൻ, നിങ്ങൾ സംതൃപ്തനാണോ. ഫി ഹയാത്തിക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തനാണോ എന്നൊരു ചോദ്യം നമുക്ക് ചോദിച്ചൂടെ. നല്ലൊരു ചോദ്യമാണ് അല്ലേ. അതുപോലെ മിൻ ഐന, മിൻ ഐന എങ്ങനെ യൂസ് ചെയ്യാം. മിൻ ഐന തൻഷുറു കനാത്തുക എന്ന് ചോദിക്കാം. ഇവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഒരു ചാനൽ, ഒരു ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ പറഞ്ഞില്ലേ. മുഅസ്സിറുൻ ഖത്തറിയും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചോദിക്കാം. മിൻ ഐന തൻഷുറു കനാത്തുക, നിങ്ങളുടെ ചാനൽ സംപ്രേഷണം ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിക്കാം. ഇവർ ഖത്തറിലല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. മിൻ ഐന തൻഷുറു ഖനാത്തുക. പിന്നെ അതുപോലെ കം എങ്ങനെ യൂസ് ചെയ്യാം. കം ബർനാമിജൻ ഷാറക്ത ദുവലിയൻ. കം ബർനാമിജൻ, എത്ര പ്രോഗ്രാമുകളിൽ ഷാറക്ത, താങ്കൾ പങ്കെടുത്തു. ദുവലിയൻ, ഇന്റർനാഷണൽ ലെവലിൽ നിങ്ങൾ എത്ര പരിപാടികളിൽ പങ്കെടുത്തു എന്ന് ചോദിക്കാം അല്ലേ. കം ഷാറക്ത, താങ്കൾ എത്ര പങ്കെടുത്തു, എത്ര പ്രോഗ്രാമുകളിൽ താങ്കൾ പങ്കെടുത്തു. ദുവലിയൻ, ഓരോ രാജ്യങ്ങളിലും എത്ര പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു എന്നൊരു ചോദ്യം ചോദിക്കാം അല്ലേ. ഇവര് എല്ലായിടത്തും എത്തുന്ന ഒരാളല്ലേ, ഒരു ഇൻഫ്ലുവൻസർ ആണല്ലോ അല്ലേ. അതുപോലെ തഹ്ഫീസിയും ഒരു മോട്ടിവേറ്റർ ആണ്. അപ്പോൾ ഇവര് ഒരുപാട് ബർനാമിജ ഒരു പ്രോഗ്രാമുകളിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു ചോദ്യം ഉചിതമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ രീതിയിലും എഴുതാൻ ശ്രമിക്കുക. ഞാൻ കാണിച്ചു തന്ന മോഡലും നല്ല ചോദ്യങ്ങളാണ്. അതും എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് 34-ാമത്തെ പേജിലോട്ട് നോക്കാം. നഖറവു അനുലാഹിലു, നഖറവു നമുക്ക് വായിക്കാം, അനുലാഹിലു നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു പാരഗ്രാഫ് കാണാം അല്ലേ. അത് നമുക്ക് വായിച്ചു നോക്കിയാലോ പെട്ടെന്ന്. കാന നസീമുൻ ദാരിസൻ ഫിസ്സു ഫിസാബി, നസീം ആയിരുന്നു എന്ത്, ദാരിസൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഫിസ്സു ഫിസാബി 7ാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആണ്, വിദ്യാർത്ഥിയാണ്. സാഫറ യൗമൻ മഅ അബീഹി ഇലാ ഗോബത്തിൻ, അങ്ങനെ ഒരു ദിവസം അവന്റെ പിതാവിന്റെ കൂടെ അവന് കാട്ടിലേക്ക് യാത്ര പോവുകയാണ്. റഅൽ അഷ്ജാറു വൽ ഹൈവാനാത്തു, അങ്ങനെ അവന് മരങ്ങളും മൃഗങ്ങളെയൊക്കെ കണ്ടു. ഫാസ്ബ നസീം മസ്റൂറ, അങ്ങനെ നസീം എന്തായി തീർന്നു, മസ്റൂറൻ സന്തോഷവാനായി തീർന്നു. അങ്ങനെ അവര് രാവിലെ ആയിരിക്കും അല്ലേ പോയിട്ടുണ്ടാവുക, അതുകൊണ്ട് ഫാസ്ബഹ എന്ന് വന്നു. രാവിലെ അവൻ എന്തായി, മസ്റൂറൻ സന്തോഷവാനായി. കാനൽ ജൗവ മുഅ്തദിലൻ, അങ്ങനെ അന്തരീക്ഷം എന്തായിരുന്നു, ഒരു സാധാരണ നിലയിലായിരുന്നു അന്തരീക്ഷം. ഫജഅതൻ, പെട്ടെന്ന് നസലൽ മത്ർ, മഴ പെയ്തു. വലൈസ ഇൻദഹു മിളല്ല, അവരുടെ അടുക്കല് കുടയില്ലായിരുന്നു, അംബർല അല്ലേ, മിളല്ലത്ത് പറഞ്ഞാല് കുട. ഫസാറൽ ജൗവ്, അങ്ങനെ അന്തരീക്ഷം എന്തായി, ഭാരിത, നല്ല തണുപ്പായി, മഴയും പെയ്യുന്നുണ്ട് അല്ലേ. കൂഹൻ സോയറ, അങ്ങനെ അവരൊരു ചെറിയൊരു കുടില് കണ്ടു. വലല്ലൽ കൂഹു മൽജൻ ലഹുമ, ആ കുടിൽ എന്തായി തീർന്നു, അവർക്ക് രണ്ടുപേർക്കും ഒരു അഭയകേന്ദ്രമായി തീർന്നു. മൽജ എന്ന് പറഞ്ഞ അഭയകേന്ദ്രം. ലഹുമ, അവന്റെ പിതാവും കൂടെ ഉണ്ട് അല്ലേ നസീമിന്റെ. അങ്ങനെ അംസ നസീം തഴീബൻ,
അങ്ങനെ വൈകുന്നേരമായപ്പോൾ നസീം എന്തായി തീർന്നു? തായിബൻ. തായിബൻ എന്ന് പറഞ്ഞാൽ ക്ഷീണിതനായി തീർന്നു. അങ്ങനെ റജാഇലൽ ബൈത്ത്, അവർ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങി. ഓബാത്ത നസീം, അങ്ങനെ നസീം രാത്രി കഴിച്ചുകൂട്ടി. ഫരിഹൻ, സന്തോഷവാനായിക്കൊണ്ട്. അപ്പൊ ഈ എല്ലാവരും ഈ പാരഗ്രാഫ് ഒന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ നോക്കൂ, ഹുനാക ബാലുൽ കലിമാതി ബിലൗനിൽ അഹ്മർ. അല്ലേ, താഴെ കാണുന്ന ആ പാരഗ്രാഫിൽ ചില പദങ്ങൾക്ക് റെഡ് കളറിൽ കാണാം, ചില പദങ്ങൾ ബ്ലൂ കളറിൽ കാണാം, അല്ലേ? അതുപോലെ അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ റെഡ് കളറിൽ കാണുന്നത് കാന, കാന, അസ്ബഹ, സ്വാറ, ലൊല്ല, അംസ, ബാത്ത. ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊക്കെ എന്താണ്? ഈ കാന, അതുപോലെ വ അഖവാത്തുഹ, കാനയുടെ സഹോദരിമാരുമാണ്. എന്ന് വെച്ചാൽ ഈ കാനക്ക് ശേഷം വരുന്ന പദങ്ങൾക്ക്, കലിമത്തുകൾക്ക് അതിൻ്റെ ഇറാബ് എന്തായിരിക്കും? അതേ സെയിം സംഭവം തന്നെയാണ് അതിന് മറ്റു അദാത്ത് അഹ്വാത്തുകൾ എന്ന് പറഞ്ഞില്ലേ? അസ്ബഹ, സോറ, ലൊല്ല, അംസ, ബാത്ത എന്നൊക്കെ പറഞ്ഞില്ലേ? അതിനൊക്കെ ഇതുപോലെ തന്നെ സെയിം ആയിരിക്കും അതിൻ്റെ ഇറാബ്. ഇറാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പദത്തിൻ്റെ അവസാനത്തിൽ, ഇപ്പോൾ ഒരു നസീമുൻ എന്ന ഒരു പദമാണെങ്കിൽ ഒരു ഇസ്മായ ഈ പദത്തിൻ്റെ അവസാനത്തെ ഹർഫിന് ഏത് ഹർക്കത്താണ് നോക്കുക? ലൊമ്മ ആണെങ്കിൽ അത് മർഫൂൻ അഥവാ മഫ്തൂഹുൻ, ഫതഹ്, അല്ലേ? അല്ലെങ്കിൽ മർഫൂൻ എന്ന് വെച്ചാൽ ലൊമ്മിന് റഫ് എന്ന് പറയും, അല്ലേ? അപ്പോൾ എന്താണ്? അതുപോലെ ദാരിസൻ എന്നുള്ളതിന് മഫ്തൂഹാണ് കാണുന്നത്, ഫതഹു തൻവീനാണ് കാണുന്നത്, അല്ലേ? അപ്പോൾ ഫതഹു തൻവീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഫതഹുകൾ ഒരുമിച്ച് വരിക, അതിന് ഫതഹു തൻവീൻ. ലൊമ്മു തൻവീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ലൊമ്മുകൾ ഒരുമിച്ച് വരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ കാനൻ്റെ ശേഷം വരുന്ന ഇസ്മുകൾക്ക് അതുപോലെ അതിൻ്റെ ഖബറിനും വരുന്ന ഇറാബും അതുപോലെ സെയിം ആയിരിക്കും മറ്റു അദാത്തുകൾക്കും വരിക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. കാന നസീമുൻ ദാരിസൻ. അപ്പൊ ഈ കാന, ഈ റെഡ് അക്ഷരത്തിൽ കാണുന്ന ഈ കാന നമുക്ക് മാറ്റി നിർത്തിയിട്ട് നസീമുൻ ദാരിസൻ എന്ന് നോക്കാം. നസീമുൻ ദാരിസുൻ ഫിസ്സൊഫിസാബി. നസീം ഒരു 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ നസീം എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മാണ്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഇസ്മ വരികയാണെങ്കിൽ അതിനെന്താണ് പറയുക? മുബ്തദ എന്ന് പറയും, അല്ലേ? മുബ്തദ ആയ ഒരു ജുംലയാണ് ഇസ്മു, ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയും. ജുംലത്തുൽ ഇസ്മിയ ഫസ്റ്റ് ഇസ്മാണെങ്കിൽ മുബ്തദ എന്ന് പറയും. അതെല്ലാവർക്കും അറിയുമായിരിക്കും, അല്ലേ? മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ജുംലത്തുൽ ഇസ്മിയ, അല്ലേ? ഫസ്റ്റ് ഇസ്മ വരുന്ന ജുംലകൾക്കാണ് ജുംലത്തുൽ ഇസ്മിയ അഥവാ മുബ്തദ വൽ ഖബർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാന മുമ്പ് വരികയാണ്. അപ്പോൾ കാന വരുമ്പോൾ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? ആയി, അല്ലേ? കാന നസീം ആയിരുന്നു. ദാരിസൻ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഫിസ്സൊഫിസാബി 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് എന്ന് പറയാണ്. അസ്ബഹന്റെ മീനിങ് എന്താ? അസ്ബഹ പറഞ്ഞാൽ രാവിലെ ആകുന്നതിനെയാണ്, രാവിലെ ആകുന്ന സംഭവങ്ങൾക്കാണ് അസ്ബഹ എന്ന് പറയാം. അതുപോലെ കാന ആയി, സോറ പറഞ്ഞാൽ അതും ആയി എന്ന മീനിങ് തന്നെയാണ്, ആയിത്തീർന്നു. സോറ പറഞ്ഞാൽ ആയിത്തീർന്നു എന്നാണ് കേട്ടോ. സോറൽ ജൗവ് അന്തരീക്ഷമായിത്തീർന്നു, ബാരിദൻ തണുപ്പുള്ളതായിത്തീർന്നു. അതുപോലെ ലൊല്ല അതും ആയി എന്നുള്ള മീനിങ് തന്നെയാണ്. പിന്നെ അംസ പറഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിൽ ആകുന്നതിനെയാണ് അംസ. നസീം തൈബ വൈകുന്നേരം ആയപ്പോൾ നസീം എന്തായി? ക്ഷീണിതനായി തീർന്നു. പിന്നെ അതുപോലെ ബാത്ത പറഞ്ഞാൽ രാത്രി ആയിത്തീരുന്നതിനെയാണ് രാത്രി. ബാത്ത നസീം രാത്രി ആയപ്പോൾ നസീം എന്തായി തീർന്നു? ഫരിഹൻ സന്തോഷവാനായി തീർന്നു. അപ്പോൾ വീട്ടിലെത്തി, അങ്ങനെ അവൻ സന്തോഷവാനായി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒന്ന് നോക്കാം. കാന നസീമുൻ ദാരിസൻ. നസീമുൻ എന്നുള്ളത് ഒരു ഇസ്മാണല്ലേ? അപ്പോൾ ആ കാന മുമ്പിൽ വന്നത് കൊണ്ട് ആ ഇസ്മിന് ഇസ്മു കാന എന്നറിയപ്പെടും. അതുപോലെ അതിൻ്റെ ശേഷം വരുന്ന ആ ഖബറിന്
ദാരിസൻ എന്നുള്ളതിന് ഖബറു കാന എന്ന് പറയും. അപ്പോൾ ഈ നസീമുൻ എന്നുള്ളതിന് കാന വന്നത് കൊണ്ട് റഫ് ആയിരിക്കും. റഫ് എന്ന് പറഞ്ഞാൽ ലൊമ്മു തൻവീന്, ലൊമ്മു കൊടുക്കും. ഒന്നെങ്കിൽ ലൊമ്മു തൻവീൻ ആയിരിക്കും, അല്ലെങ്കിൽ ലൊമ്മു മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഒരു ലൊമ്മ്. അപ്പോൾ അതിന് ശേഷം വരുന്ന ഖബറിന് എന്തായിരിക്കും? ഫതഹു തൻവീൻ ആയിരിക്കും. ഫതഹു തൻവീൻ എന്ന് പറഞ്ഞാൽ 2 ഫതഹുകൾ ഒരുമിച്ച് വരും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റു കാനയുടെ അഹ്വാത്തുകളൊക്കെ വന്നാലും. അപ്പൊ ഒന്ന് ഓടിച്ചു നോക്കൂ. അസ്ബഹ നസീമുൻ മസ്റൂറൻ കാനൽ ജൗവു മുഅ്തദിലൻ. അല്ലേ? അവസാനത്തെ ഇറാബ് ശ്രദ്ധിച്ചില്ലേ? ഫതഹ് തൻവീന്. അതുപോലെ സാറൽ ജൗവു ബാരിദൻ ലല്ലൽ കൂഹു മൽജഅൻ. അല്ലേ? അംസ നസീമുൻ തഈബൻ. അവിടെ ഇസ്മു അംസക്ക് എന്തായിരിക്കും? എന്താണ്? ലൊമ്മു തൻവീന്. ശേഷം വരുന്ന ഖബറു അംസക്ക് എന്ത് വന്നു? ഫതഹു തൻവീന്. അതുപോലെ ബാത നസീമുൻ ഫരിഹൻ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ കാനയും അതിന്റെ അഹ്വാത്തുകളും എന്നാൽ എങ്ങനെയായിരിക്കും ഇറാബ് കൊടുക്കുക എന്നുള്ളതല്ലേ? അപ്പൊ കാന വന്നാൽ അതിനുശേഷം വരുന്ന ഇസ്മിന് ലൊമ്മും, ഖബറിന് അതിനുശേഷം വരുന്ന ഖബറിന് ഫതഹും ആയിരിക്കും, അഥവാ ഫതഹു തൻവീൻ ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത് നോക്കാം. നുലാഹിദുൽ കലിമാത്തി വ നർബുതുഹ കമാ ഫിൽ മിസാലി. താഴെയുള്ള പദങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം, എന്നിട്ട് നമുക്കത് ബന്ധിപ്പിക്കാം. കമാ ഫിൽ മിസാലി, താഴെ കാണുന്ന ഉദാഹരണത്തിൽ ഒരു റെഡ് ലൈൻ ഇങ്ങനെ ബന്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം അല്ലേ? അപ്പൊ എന്താണ് കാണുന്നത്? ഒരു പദസൂര്യന്റെ മാതിരി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ്? നമ്മൾ സെൻട്രലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാന, സോറ, അസ്ബഹ. കാനയുടെ അഹവാത്തുകൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ അഹവാത്തുകൾ ചേർത്തുകൊണ്ട് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാനാണ് കേട്ടോ. സെന്റൻസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിൽ കാണുന്നത് കാനൽ ബുസ്താനു ജമീലൻ, അല്ലെങ്കിൽ സോറൽ ബുസ്താനു ജമീലൻ എന്ന് പറയാം. സോറൽ ബുസ്താനു പറഞ്ഞാൽ പൂന്തോട്ടമായി തീർന്നു, ജമീലൻ ഭംഗിയുള്ളതായി തീർന്നു. ഈ കാനന്റെ അർത്ഥം മനസ്സിലായില്ല? കാന പറഞ്ഞാൽ ആയി, സോറ പറഞ്ഞാൽ ആയി തീർന്നു, അസ്ബഹ പറഞ്ഞാല് രാവിലെ ആവുന്നതിനെയാണ്, രാവിലെ ആയ സംഭവങ്ങൾക്കാണ് അസ്ബഹ കൊണ്ടുവരിക. അപ്പോൾ താഴെയുള്ളതിൻ്റെ മീനിങ് പറയണോ? ബുസ്താന് അൽ ബൈത്ത് മത്തർ അൽ ഇസാൻ അൽ ഖിത്താർ അൽ വലദ് അൽ തുഫാഹ് അൽ മൗസ് അൽ മാൽ അൽ കിതാബ് അൽ ഖലം അൽ അസദ് അൽ ബുസ്താൻ. അപ്പോൾ എന്താണ് ബുസ്താൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, അൽ ബൈത്ത് വീട്, മത്തർ മഴ, അൽ ഹിസാൻ എന്ന് പറഞ്ഞാൽ കുതിര, അൽ ഖിത്താർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിൻ അല്ലേ? അൽ വലദ് കുട്ടി, അൽ തുഫാഹ് പറഞ്ഞാൽ എന്താണ്? ആപ്പിൾ അല്ലേ? അൽ മൗസ് പഴം, അൽ മാൽ ധനം, അൽ കിതാബ് ബുക്ക്, അൽ ഖലം പേന പെന്ന്, അൽ അസദ് സിംഹം. അപ്പോൾ അതിൻ്റെ പുറകിൽ വരുന്ന കലിമത്തുകൾ എന്തൊക്കെയാണ്? പദങ്ങൾ എന്തൊക്കെയാണ്? ജമീലൻ ഭംഗിയുള്ളത്, നെല്ലീഫുൻ നെല്ലീഫ് എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ളത്, റായി എന്ന് പറഞ്ഞാൽ മനോഹരമായത്, സരിയൻ സ്പീഡ്, കബീറു എന്ന് പറഞ്ഞാൽ വലിയത്, തൊവീലുൻ നീളമുള്ളത്, ലതീതൻ എന്ന് പറഞ്ഞാൽ സ്വാദുള്ളത്, കസീറുൻ എന്ന് പറഞ്ഞാൽ ധാരാളം, ബാരിദ് തണുപ്പ്, ജദീദൻ പുതിയത്, സമീനുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമീനുൻ തടിച്ചത് അല്ലേ? സുഹീറുൻ എന്ന് പറഞ്ഞാൽ ചെറുത്. അപ്പോൾ താഴെ കാണുന്ന ഒരു മോഡൽ കാണുന്നുണ്ട്. സോറൽ ബുസ്താനു ജമീലൻ പൂന്തോട്ടം ഭംഗിയുള്ളതായി തീർന്നു. അതുപോലെ സോറൽ ബൈത്തു ജമീലൻ, അല്ലെങ്കിൽ സോറൽ ബൈത്തു നലീഫൻ എന്നെഴുതാം. അപ്പോൾ എങ്ങനെയാണ് കാന, സോറ, അസ്ബ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഉള്ള പദത്തിന് ലൊമ്മും അതിന് ശേഷം വരുന്ന പദം എന്ന് പറഞ്ഞാൽ ഖബറിന് എന്തായിരിക്കും? എന്താണെന്ന് പറഞ്ഞ് ഫതഹ് തൻവീൻ ആയിരിക്കും അല്ലേ? അപ്പോൾ സോറൽ ബൈത്തു നലീഫൻ. അതുപോലെ നമുക്ക് ഞാൻ ആരോ ഇട്ട ഒരു മോഡൽ കാണിക്കാം. അസ്ബഹൽ ഹിസാനു സരിയൻ. അസ്ബഹ പറഞ്ഞാൽ കുതിര പകൽ രാവിലെ സമയങ്ങളിൽ എന്തായിത്തീർന്നു? സരിയൻ സ്പീഡുള്ളതായി തീർന്നു. അതുപോലെ അസ്ബഹൽ ഖിത്താറു ട്രെയിൻ ആയിത്തീർന്നു, സരിയൻ സ്പീഡുള്ളതായി തീർന്നു. അതുപോലെ അസ്ബഹ തുഫാഹു ലദീദൻ, അസ്ബഹൽ മൗസു ലദീദൻ, പിന്നെ കാനൽ കിതാബു ജദീദൻ, കാനൽ കലമു ജദീദൻ. അതുപോലെയുള്ളത് നിങ്ങൾക്ക് ഇനി ഉണ്ടാക്കി നോക്കിക്കൂടെ? കാനൽ മാലു കസീറൻ എന്നൊക്കെ പറയാം അല്ലേ?
അത് എഴുതുന്ന ഏറാബ് അവസാനത്തിൽ വരുന്ന ഏറാബാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കാനൽ കാനൽ അസദു സൊഗീറൻ എന്നൊക്കെ പറയാം അല്ലേ. കാനൽ മാലു കസീറൻ, കാനൽ മൗസു ലസീദൻ, അല്ലെങ്കിൽ സോറൽ മൗസു ലസീദൻ എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഈ അസ്ബഹ, കാന, സോർ അതൊക്കെ എല്ലാത്തിലും ചേർക്കാം, പക്ഷെ അതിന് ശേഷമുള്ള ഇറാബ് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റുള്ളത് റഫും ലൊമ്മും, ശേഷം വരുന്നത് ഫതഹു തൻവീനും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് പാഠഭാഗം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഇത് കാനയുടെ അഹ്വാത്തുകളും വന്നു കഴിഞ്ഞാൽ ഒരു ജുംല എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. പുതിയ ക്ലാസ്സുമായി ഉടനെ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. വീഡിയോസൊക്കെ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു, ബൈ.